ഏറെ വിവാദമായ താനൂർ കസ്റ്റഡി കൊലപാതകത്തിലെ അന്വേഷണത്തിൽ 9 മാസങ്ങൾക്ക് ശേഷമാണ് സിബിഐ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. താമർ ജിഫ്രിയുടെ മരണവും കേസ് അട്ടിമറിക്കാൻ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ നിഗൂഢ നീക്കങ്ങളും പുറത്തുകൊണ്ടുവന്നത് റിപ്പോർട്ടറായിരുന്നു. ആദ്യം മുതലുള്ള പോലീസ് വാദങ്ങൾ പൊളിക്കുന്നതായിരുന്നു റിപ്പോർട്ടറിന്റെ കണ്ടെത്തലുകൾ. 2023 ജൂലൈ 30 വൈകുന്നേരം ചേളാരിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത താമിർ ജിഫ്രി ഓഗസ്റ്റ് 1 പുലർച്ചെയാണ് മരിച്ചത്. ലഹരി അമിതമായി ഉപയോഗിച്ചതുകൊണ്ടാവും താമിർ മരിച്ചതെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. എന്നാൽ പോലീസ് വാദങ്ങൾ കളവാണെന്ന് താമിർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തിയതോടെയാണ് കസ്റ്റഡി മരണത്തിലെ ദുരൂഹതകൾ ചർച്ചയാകുന്നത്. താമിറിന്റെ മൃതദേഹത്തിൽ മുറിവുകളുണ്ടെന്നും ശരീരത്തിൽ വസ്ത്രങ്ങളില്ലായിരുന്നു എന്ന സഹോദരന്റെ വാക്കുകൾ മരണത്തിലെ ദുരൂഹത ഉറപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളായി മാറി. താമിറിനെ പിടികൂടിയത് താനൂരിൽ നിന്നല്ല ചേളാരിയിൽ നിന്നാണെന്ന് തെളിവുകളോടെ പിന്നീട് റിപ്പോർട്ടർ പുറത്തെത്തിച്ചു. ചേളാരിയിലെ കെട്ടിട സൈനുദ്ദീന്റെ വെളിപ്പെടുത്തലും യുവാക്കളെ പോലീസ് കൊണ്ടുപോകുന്ന നിർണായക CCTV ദൃശ്യങ്ങളും പുറത്തുവിട്ടായിരുന്നു ആദ്യ വെളിപ്പെടുത്തൽ. പോലീസ് FIR വ്യാജമാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളായിരുന്നു ഇത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടതുൾപ്പെടെ താമിറിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ റിപ്പോർട്ടർ ശക്തമായി ഉന്നയിച്ചു. താമിറിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കൂടെയുണ്ടായിരുന്നവരുടെ വെളിപ്പെടുത്തൽ. താനൂർ പോലീസ് ക്വാർട്ടേഴ്സിൽ നടന്ന സംഭവങ്ങൾ യുവാക്കൾ റിപ്പോർട്ടറിലൂടെ ലോകത്തെ അറിയിച്ചു. പിന്നീട് ഇക്കാര്യങ്ങൾ അടിവരയിടുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നതോടെ പോലീസ് പ്രതിരോധത്തിലായി. കസ്റ്റഡി കൊലപാതകത്തിൽ പിന്നീട് നിർണായകമായത് താനൂർ SI കൃഷ്ണലാലിന്റെ വെളിപ്പെടുത്തലുകളായിരുന്നു. താമിർ ജിഫ്രിയെ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു കൊലപ്പെടുത്തി തന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്ന താനൂർ SI കൃഷ്ണലാലിന്റെ വെളിപ്പെടുത്തൽ കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും ഡാൻസ് ഓഫ് സ്ക്വാഡിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് റിപ്പോർട്ടറിലൂടെ കൃഷ്ണലാൽ തുറന്നടിച്ചത്. ഒടുവിൽ ക്രൈംബ്രാഞ്ചിൽ നിന്നും CBI അന്വേഷണം ഏറ്റെടുത്തു. റിപ്പോർട്ടർ പുറത്തുവിട്ട തെളിവുകൾക്ക് പിന്നാലെയായിരുന്നു CBIയും സഞ്ചരിച്ചത്. താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ റിപ്പോർട്ടർ TV പുറത്തുവിട്ട തെളിവുകൾ ശരിയാണെന്ന് അടിവരയിടുന്നതാണ് CBI സംഘത്തിന്റെ ഇപ്പോഴത്തെ അറസ്റ്റ്. 4 പോലീസ് ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് CBI സംഘം കടക്കുമ്പോൾ പോലീസ് ഭീകരതയുടെയും ഇടിമുറിയുടെയും മറ്റൊരു അധ്യായമാണ് തെളിയിക്കപ്പെടുന്നത്. താഴെത്തട്ടിലുള്ള അറസ്റ്റിനോടൊപ്പം കേസിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് CBI സംഘത്തിന്റെ അന്വേഷണം ഇനി എത്തുമോ എന്നുള്ളതാണ് കാണേണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ.